പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, പണം മതിയല്ലോ, എങ്ങനെയും പണം വാരിക്കൂട്ടണമല്ലോ. അത് പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, എങ്ങനെയും പണമുണ്ടാക്കാൻ വല്ലാതെ പരിശ്രമിക്കുന്നവരുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, 3 പാപം ഏതെങ്കിലും വീടിനകത്ത് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനകത്ത് 3 പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആയുസ് കുറച്ച് കളയുന്ന 3 പാപമുണ്ടോ? അതിലെ ഒരു പാപം ഏതെന്നറിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനകത്ത് ഹറാമായ പണമുണ്ടോ? പലിശ പൈസയുണ്ടോ? നിങ്ങളുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. മക്കളെ പോലും ഉപദേശിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല, നബിതങ്ങളെ കുറിച്ചല്ല, പരിശുദ്ധമായ ദീനിനെ കുറിച്ചല്ല. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളോട് ഒരു ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ? അതാ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് നേടണം, 1ാം റാങ്ക് വേണം, നല്ല ജോലിയിലെത്തണം, എങ്കിലേ നല്ല ശമ്പളം കിട്ടൂ, നല്ല നിലയിലായാലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. പടച്ചവനെ, ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, ഈ ദുനിയാവിൽ ജീവിക്കണോ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ ഉമ്മമാര് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നത് അള്ളാഹയെ കുറിച്ചോ നബിതങ്ങളെ കുറിച്ചോ ദീനിനെ കുറിച്ചോ അല്ല. ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കും, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, 1ാം റാങ്ക് മേടിക്കണം. ഇപ്പൊ പിന്നെ SLC പരീക്ഷയുടെ കാലവാ. ഇവിടെ പരീക്ഷ ഉണ്ടോ? ഇപ്പൊ SLC പരീക്ഷയുടെ കാലവാ. എല്ലാത്തിനും 10A+ വേണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര A+ വേണം? 10 എണ്ണം. ആർത്തിയ എല്ലാത്തിനും. ഉമ്മമാര് മക്കൾക്ക് സമാധാനം കൊടുക്കുന്നില്ല. 10A+ വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല. ആരാ പറയണത്? ഉമ്മ തന്നെ പറയുകയാ, 10A+ വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ കയറ്റൂല. മക്കൾക്ക് അല്ലാഹയെക്കാളും പേടി ഉമ്മാനെ, പഠിപ്പിക്കണ ടീച്ചറിനെക്കാളും പേടി ഉമ്മാനെ. A+ വേണം, A+ വേണം. കാരണം പോസ്റ്റിൽ ഫ്ലെക്സ് വെക്കാനുള്ളതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ കൊല്ലുകയാ മാതാപിതാക്കൾ. SLC പരീക്ഷയുടെ തലേ ദിവസം കേരളത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇനി ഇപ്പൊ റിസൾട്ട് വരുമ്പോ അറിയാം കുറെയൊക്കെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. +1 പഠിക്കുന്നവന്റെ ബാഗിനകത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മയാ പറഞ്ഞു കൊടുത്തത്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി കഞ്ചാവ് കച്ചവടം. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പണ്ടത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അതിനൊരർത്ഥമുണ്ടായിരുന്നു, പ്രേമമുണ്ടെന്നു. എങ്ങനെ? പണ്ടത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പ്രണയമുണ്ട്, പ്രേമമുണ്ട്. ഇപ്പൊ പിന്നെ പ്രേമവും പ്രണയവും ഒന്നുമില്ല. എല്ലാം തേക്കല, പരസ്പരം തേച്ച് അടക്ക, പറ്റിച്ചടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പെൺകുട്ടികൾ പറയുന്നത്, എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഉസ്താദെ, ജോലിയായിട്ടേ ഞാൻ കെട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു ജോലിയായിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവളാ കെട്ടുന്നത്, അല്ലാതെ പയ്യനല്ല. ഇവള് പറയാ, ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെന്തേ മോളെ? ഉസ്താദെ, എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. എന്റെ ഭർത്താവ് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂ. കാരണം ഇവളുടെ വാപ്പ കളക്ടറും ഉമ്മ IPS-കാരിയായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്നവരുടെ വാപ്പ കുടുംബത്തെ പോറ്റിയത് എങ്ങനെ? അയാളെ കളക്ടറായിരുന്നു. ഉമ്മ പിന്നെ IPS-കാരി, 6ാം ക്ലാസ്സും ഗുസ്തിയും, അടുക്കളയിൽ ചോറും കറിയും വെച്ച് നടന്നവള. ഇതാ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പഠിക്കേണ്ടത്, ഭർത്താവെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ പെണ്ണ് കെട്ടേണ്ടത്?
ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ, അല്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. ദിക്റും പറഞ്ഞുകൊണ്ട് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.